പാപമോചനത്തിനായുള്ള ഏക മാമോദീസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് മുഖ്യ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നു. മിശിഹയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊരുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നും കുർബാനയിൽ ചൊല്ലുന്നുണ്ട്. അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. അടുത്ത നാളിൽ സഭയ്ക്കുണ്ടായ ക്ഷീണം വിശ്വാസികളെ കൊണ്ടല്ല, മറിച്ച് മെത്രന്മാരെ കൊണ്ടും വൈദികരെ കൊണ്ടും കന്യാസ്ത്രീകളെ കൊണ്ടും തന്നെയാണ്. സാത്താൻ വിശുദ്ധമായ ഇടങ്ങളിൽ വസിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സഭയെ തകർക്കുകയാണെന്ന് മാർ പാംപ്ലാനിയുടെ വാക്കുകൾ കടമെടുത്താൽ തിരിച്ചങ്ങോട്ട് പറയാം. ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വാചകം അതിങ്ങനെയാണ്: നിങ്ങൾ അച്ഛന്മാരോടൊന്ന് സ്വകാര്യമായി ചോദിച്ചു നോക്കി അച്ഛനാകാൻ ഇഷ്ടമായിരുന്നുവെന്ന്. പലരും പറയും കല്യാണം കഴിക്കാനായിരുന്നു ഇഷ്ടം, പക്ഷെ മുകളിൽ നിന്നും വിളി വന്നതുകൊണ്ട് അച്ഛനായി. നിങ്ങളുടെ ഇഷ്ടം നോക്കിയല്ല ദൈവത്തിന്റെ ആ വിളി. അതുകൊണ്ട് നിങ്ങൾ ദൈവ വിളിയോട് പൊരുത്തപ്പെട്ടു. ഇത് തന്നെയാണ് വിമത വൈദികരോട് പറയാനുള്ളത്. നിങ്ങൾ വിമത വൈദികരെ ദൈവ വിളിയോട് പൊരുത്തപ്പെട്ട് തന്നെ പോകണം. പശ്ചാത്തപിക്കുന്ന പാപിയോടാണ് കരുണ കാട്ടേണ്ടത്. സഭയെ വെല്ലുവിളിക്കുന്ന അനുസരണം കെട്ട ധൂർത്തപുത്രന്മാർ അനുതപിക്കാത്ത കാലത്തോളം കരുണ അർഹിക്കുന്നില്ല. അർഹിക്കുന്ന ശിക്ഷ നൽകി പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിമത പുരോഹിതരെ എന്നേക്കുമായി ഒഴിവാക്കുകയാണ്. ഇതിന് അമാന്തം കാട്ടുന്ന മെത്രാൻ സംഘം വിശ്വാസികളെ അതിരൂപതയിൽ ഉടനീളം വഞ്ചിക്കുക, പ്രാർത്ഥന ഉടനീളം ചതിക്കുക. എറണാകുളം അങ്കമാലി അതിരൂപത ഭരണം പാംപ്ലാനി എന്ന വിമത മെത്രാനെ ഏൽപ്പിച്ച് കൈകഴുകാൻ അങ്ങനെ സിനഡ് മെത്രാന്മാർക്ക് സാധിക്കില്ല. വിമതരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തു. ഇവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാം അതോടെ അവസാനിച്ചെന്ന് ഈ സിനഡ് മെത്രാന്മാർ പ്രചരിപ്പിക്കുന്നത് പാംപ്ലാനിയുടെ കപടത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്നത് സമവായമോ ഒത്തുതീർപ്പൊന്നുമല്ല, സഭാപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വിമത പ്രീണനമാണ്, പടയൊരുക്കമാണ്. അത് അനീതിയാണ്, സഭാ വിരുദ്ധതയാണ്. എത്ര തവണ പറയുന്നു? സാധുവായ കുർബാനയിൽ പങ്കെടുക്കാനുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ അവകാശം അത് നിഷേധിക്കുന്ന ഈ മെത്രാന്മാർ മാപ്പർഹിക്കാത്തവരാണ്. മെത്രാൻ സ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിവില്ലാത്ത ഏത് മെത്രാനായാലും പദവി ഒഴിയണം. ഇപ്പോഴത്തെ കാലത്ത് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പുല്ല് വിലയാണ് വിശ്വാസികൾക്കും വൈദികർക്കും കൊടുക്കുന്നത്. പണ്ടൊക്കെ ഒരു ബിഷപ്പിന്റെ അടുത്തേക്ക് വിശ്വാസികൾ ചെല്ലുന്നത് മുട്ടുകുത്തി നടന്നതായിരുന്നു, മുട്ടുകാലയിൽ. ഇന്നോ ആ ബിഷപ്പിന്റെ മുട്ടുകൾ തല്ലിയൊടിക്കുമെന്ന് അതേ വിശ്വാസികൾ പറയും. ബിഷപ്പിന്റെ വില കളഞ്ഞത് വിശ്വാസികളൊന്നുമല്ല, അതേ ബിഷപ്പുമാർ തന്നെയാണ്. എറണാകുളം അതിരൂപതയിൽ മുൻപ് ചുമതലയേൽക്കാൻ തൃശൂർ മെത്രാൻ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് വന്നപ്പോൾ വിശ്വാസികൾ എങ്ങനെ സ്വീകരിച്ചെന്നത് എല്ലാവർക്കും ഓർമ്മ വേണം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വയ്ക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമായിരിക്കും. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും. നിങ്ങൾ മനസ്സ് വയ്ക്കാത്തതിനാൽ ഞാൻ ശപിച്ചു കഴിയും. അതെ, കർത്താവ് സഭയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ശപിക്കുമെന്നല്ല പറയുന്നത്, ശപിച്ചു കഴിയും. അത് തന്നെയാണ് അവിടെ കൊണ്ട് പരിശുദ്ധ പിതാവ് അർത്ഥമാക്കുന്നത്. സഭയ്ക്കുള്ളിൽ വിമത പ്രവർത്തനങ്ങൾ, വിമത വൈദികർ ജനാഭിമുഖ കുർബാന എന്ന സാത്താനിക കുർബാന ചൊല്ലാൻ നിർബന്ധിക്കുന്ന വിമത വൈദികർ അവരെന്തിനുള്ള പുറപ്പാടാണെന്ന് വിശ്വാസികൾക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ അവർ ഇതൊക്കെ വച്ചു നിർത്തി അവസാനിപ്പിച്ച് പൊയ്ക്കോണം. സഭയെ, വിശ്വാസികളെ ഒട്ടും വിശ്വാസമില്ലാത്ത പുരോഹിതരുണ്ടെങ്കിൽ, മെത്രാന്മാരുണ്ടെങ്കിൽ അവർ ഈ പദവിയിൽ തുടരാതിരിക്കുക. അത് സിനഡിലെ മെത്രാനായാലും സിനഡിന് പുറത്തുള്ള മെത്രാനായാലും അതിന് താഴെയുള്ള വിമത വൈദികനായാലും. വൈദികൻ എന്ന് കേട്ടാൽ വിശ്വാസികൾക്ക് ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ വിമത വൈദികൻ എന്നൊരു പേര് കൂടി ചേർത്താലോ വിശ്വാസികൾക്ക് അവർ ഒന്നുമല്ലതായി. വിശ്വാസികൾ അവർക്ക് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് സാരം. അവരുടെ കുർബാന പോലും വേണ്ട എന്നാണ് വിശ്വാസികൾ പറയുന്നത്. കുർബാന ചൊല്ലാൻ, ജനാഭിമുഖ കുർബാന ചൊല്ലാൻ സാത്താന്മാർ ഇടവകയിലേക്ക് അടുക്കാൻ സമ്മതിക്കുന്നില്ലെന്നാണ് ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് തിരിച്ചാണ്. മാർ പാംപ്ലാനിയാണ് ഏറ്റവും വലിയ ആ സഭയിലെ കരട്. അതുകൊണ്ട് തന്നെയാണ് മാർ പാംപ്ലാനി തലശ്ശേരിയിൽ നിന്ന് വന്ന് എറണാകുളത്തിൽ നിന്നപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ വിമത പ്രവൃത്തികൾ തന്നെയാണ്. ഔദ്യോഗികമായ ഒരു സഭയുടെ അതിരൂപതയിൽ സഭയുടെ വികാരി, രൂപതയുടെ വികാരിയായി ഇരിക്കുന്ന മാർ പാംപ്ലാനി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വാസികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതാണ് പാംപ്ലാനി എന്ന് വിശ്വാസികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ
പാമ്പ്ലാനിയുടെ വാക്കും ദൈവവാക്കും രണ്ടും രണ്ട് വഴിക്കാണ്. വിശ്വാസികൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണോ, അതോ ഈ തറുതല പറയുന്ന, അസത്യം പറയുന്ന, രാവിലെ ഒന്നും രാത്രി ഒന്നും പറയുന്ന, ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തി കാട്ടുകയും ചെയ്യുന്ന അതേ പാമ്പ്ലാന്റെ വാക്കുകളെ വീണ്ടും പിന്നാലെ ചെന്ന് വിശ്വസിക്കണം? ഇനി തങ്ങൾ ഇത്തരം വിമത വൈദികരുടെ മുന്നിൽ കുർബാന ചെല്ലാൻ, കുംഭസാരം പറയാൻ ചെല്ലില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് ഇപ്പോൾ